എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഏതെങ്കിലും സ്ഥലം സന്ദർശിച്ചു എന്ന്. നീണ്ടകരയിൽ പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, വിഴിഞ്ഞത്ത് പോയതായിട്ട് കേട്ടില്ല, ഇവിടെയും വന്നതായിട്ട് അറിയില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു സമീപനം തുടരുന്ന ഒരാൾക്ക് ആ മന്ത്രിസ്ഥാനത്തിരിക്കാനുള്ള അർഹത എന്താ? അത്യന്തം ഹീനമായിട്ടുള്ള ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. മനുഷ്യജീവൻ, ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. അത് ഒന്നാണോ 148 എന്നുള്ളതല്ല പ്രധാനം. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിൻ്റെ ഭരണാധികാരിയിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് മലയാളികളെ മുഴുവൻ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് ആദ്യം മാപ്പ് പറയണം ഈ കേരളത്തിലെ ജനങ്ങളോട്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേര് മരിച്ചു അല്ലെങ്കിൽ കാണാതായി. ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 4 എണ്ണല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ 147 പേർ കാണാതാകുന്നത് വരെ ഈ സർക്കാർ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ മറ്റൊരു പരാമർശമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതിനു മുൻപ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നപ്പോൾ കടൽ തീരത്ത് അന്വേഷിക്കാൻ പോയപ്പോൾ ഉണ്ടായ പ്രതികരണം നമുക്കെല്ലാവർക്കും അറിയാം. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? അതിൻ്റെ അർത്ഥം അത് തീരദേശ മേഖലയിലുള്ള ജനങ്ങളെ മുഴുവൻ തന്നെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. തീരദേശ മേഖലയിലുള്ള ആളുകൾ സംസ്കാരശൂന്യരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം. അങ്ങനെയുള്ള പ്രതികരണമാണ് ഒരു ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. മാത്രമല്ല, ഇവിടെ 8 ദിവസമായിട്ട് ഈ സംഭവം നടന്നിട്ട് ഇന്ന് 9ാമത്തെ ദിവസമാണ്. 31-ാം തീയതി വൈകുന്നേരം ഈ സംഭവം നടന്ന് അടുത്ത ദിവസം ഉച്ചവരെ ഒരു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെയും നടപടികൾ ഉണ്ടായില്ല. പോലീസ് എത്തിയില്ല, കോസ്റ്റ് ഗാർഡ് എത്തിയില്ല, നേവി എത്തിയില്ല. പേരിന് അന്ന് അടുത്ത ദിവസം രാവിലെ തുടങ്ങി, അതും വളരെ വൈകിട്ടാണ്. ഞാനിപ്പോൾ ഈ വീട്ടിൽ ഷിജിൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിരാവിലെ, ശരി രാത്രി സംഭവം നടന്നു, അതിരാവിലെ ഈ തെരച്ചിൽ തുടങ്ങുമെന്നാണ്. പക്ഷേ നേരം വെളുത്ത് വളരെ വളരെ വൈകിട്ടാണ്. യാതൊരു മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളില്ല. അവിടെ രാത്രി ഒരു ലൈറ്റിംഗ് സംവിധാനമില്ല, ഒരു ലൗഡ് സ്പീക്കർ സംവിധാനമില്ല. ഇത് കേരളത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, മുതലപ്പുഴ മാത്രമല്ല, കേരളത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദുരന്തത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതിനു പകരം ഇപ്പോൾ അതിനെ ന്യായീകരിക്കുകയും രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകളും അതുപോലെ കാലതാമസവും, ആ കാലതാമസം ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പോരായ്മയാണ് എന്ന് ഏറ്റുപറയുന്നതിന് പകരം, അത് തിരുത്താനുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുകയും എണ്ണത്തിൻ്റെ കണക്ക് പറഞ്ഞ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് ഒരു ഭരണാധികാരിക്ക് ഭൂഷണമായിട്ടുള്ള ഒരു സമീപനമല്ല. മാത്രമല്ല, ഇത്രയും ദിവസമായിട്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ചും ഈ തീരദേശ മേഖലയെക്കുറിച്ചും എന്തെങ്കിലും ധാരണയുള്ള ആളുകളെ, ഇപ്പോഴും ഞാൻ സംസാരിച്ചപ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞു, മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച്, തീരദേശ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ള ആളുകൾക്ക് ഈ വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു. മന്ത്രിസഭ രൂപീകരണത്തിൻ്റെ സമയത്ത് സർക്കാർ വകുപ്പ് വിഭജനത്തിൻ്റെ, പാർട്ടികളുടെ ശക്തിയുടെയൊക്കെ പേര് പറഞ്ഞ് അത് ചെയ്തില്ല. പക്ഷെ ചുരുങ്ങിയത് എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ല വരുന്നത്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ചുമതലയോട് നീതിപൂർവകമായിട്ടുള്ള ഒരു പെരുമാറ്റം, അങ്ങനെയുള്ളൊരു സമീപനം എടുക്കുന്ന ആളായിരിക്കണം മന്ത്രി. അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ 3 സ്ഥലത്ത് ഇതുപോലത്തെ സംഭവങ്ങളുണ്ടായി. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഏതെങ്കിലും സ്ഥലം സന്ദർശിച്ചു എന്ന്. നീണ്ടകരയിൽ പോയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, വിഴിഞ്ഞത്ത് പോയതായിട്ട് കേട്ടില്ല, ഇവിടെയും വന്നതായിട്ട് അറിയില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ളൊരു സമീപനം തുടരുന്ന ഒരാൾക്ക് ആ മന്ത്രിസ്ഥാനത്തിരിക്കാനുള്ള അർഹത എന്താ? അങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ സർക്കാരിനെ വിശ്വസിച്ച് കടലിൽ പോകും? അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ കുറെ കൂടി ഗൗരവത്തോടു കൂടി വിഷയത്തെ സമീപിക്കണം. ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ആ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്
ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം.